മറ്റൊരു ഡാൻസർ ആണെങ്കിൽ ഡാൻസ് ചെയ്യിപ്പിക്കാറുണ്ട്, പാട്ടുകാരാണെങ്കിൽ പാട്ട് ചെയ്യിപ്പിക്കാറുണ്ട്, ഡോക്ടറാണ് വരുന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്, ഓട്ടക്കാരാണെങ്കിൽ പിടിച്ച് ഓടിപ്പിക്കാറുണ്ട്, ഓപ്പറേഷൻ ചെയ്യിപ്പിക്കും, ചെയ്ത് കാണിപ്പിക്കും. അപ്പൊ എന്തായാലും ജ്യോതിഷ രംഗത്ത് തിളങ്ങുന്ന ഒരാളായതുകൊണ്ട് എന്റെ നക്ഷത്രം പൂയാണ്. എന്താണ് എന്റെ അവസ്ഥ? ഒന്ന് ഒറ്റ വാക്കി ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തെ പറ്റി എന്നോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പറഞ്ഞു തരും. ഇതിനകത്ത് ഞാൻ പണ്ടൊരു ചാനലിൽ ഒരു ഷൂട്ടിന് വന്ന് കൊച്ചിയിലൊരു ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പൊ രാവിലെ ആയപ്പോൾ എനിക്ക് അതികഠിനമായ വയറുവേദന വന്നു, ഭയങ്കര സഹിക്കാൻ പറ്റാതെ. അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലാവുന്നത് കിഡ്നി സ്റ്റോൺ ആകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി. കാരണം പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കുമായിരുന്നില്ല, വെള്ളം കുടിക്കുമായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇത് സഹിക്കാൻ പറ്റാതെ വന്നപ്പം ഡ്രൈവ് ചെയ്ത് കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നും നോക്കാതെ പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് ചെന്നിട്ട്, ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വയറുവേദന ഭയങ്കരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാഷ്വാലിറ്റിയിലോട്ട് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കിടന്നപ്പോൾ ഒരു സിസ്റ്റർ പ്രഷർ അപ്പാരറ്റസുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കൈ ചുറ്റിയിട്ട് സിസ്റ്റർ ചോദിച്ചു, നിങ്ങൾ മറ്റേ ജോത്സ്യൻ ഹരി പത്തനാപുരം അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അതെ അതെ അതെ, ഭയങ്കര വേദനയാണ്. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിക്കുക, അതെ ഇപ്പൊ ഈ ചോദ്യം നാളിന് എങ്ങനെ ഉണ്ടെന്ന്. സിസ്റ്ററെ ഞാൻ മരിക്കുമോ ജീവിക്കുമോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഇത് ജ്യോതിഷത്തിൽ നമുക്കൊരു കാര്യം പറയണമെങ്കിൽ പൂയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുന്നതല്ല. അതിൻ്റെതായ ഒരു നിയമമുണ്ട്. അതായത് ഒരാളുടെ ജനന വർഷം, ജനനമാസം, ജനന തീയതി, ജനിച്ച സ്ഥലം, സമയം, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് പറയാൻ പറ്റുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, നേരത്തെ കാണുമ്പോഴേ ഇത് എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ഉച്ചക്ക് കഴിച്ചത് എന്താണെന്ന് പറയാൻ പറ്റുമോ? ടേസ്റ്റി മീൻകറി ഉണ്ടാവും, ചിലപ്പോൾ ചിക്കന്റെ ഒരു പോർഷൻ ഉണ്ടാവും, നല്ല ചോറുണ്ടാവും, നല്ല ചപ്പാത്തി ഉണ്ടാവും, നല്ലൊരു തോരൻ ഉണ്ടാവും, പിന്നെന്തോ ഒരു ചട്നി, നല്ല വെളുത്ത ഇതൊക്കെയുള്ള ഒരു സാധനം. ഇത് ജ്യോതിഷമല്ല, ഞാൻ എപ്പോഴും വന്ന് ഇവിടുന്ന് കഴിക്കില്ല. ഹരിച്ചേട്ടാ, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന 2K കിഡ്സ് ആയിട്ട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ജോത്സ്യനല്ല, അവരുടെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഹരിച്ചേട്ടനെ കാണുന്നത്. കാരണം ഹരിച്ചേട്ടൻ ചില വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻസ് ഇത് നമ്മുടെ ബ്രോയാണ്. അപ്പം പണ്ട് ഈ പറയുന്ന പോലെ ഞങ്ങൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ കട്ടിലിരുന്ന് കാലാട്ടരുത്, അപ്പോൾ അത് അച്ഛന് ദോഷം വരും, ഒരു അങ്ങനെ പറഞ്ഞു പോയ കുറേ നമ്മൾ പാലിച്ചു വന്ന അല്ലെങ്കിൽ ശീലിച്ചു വന്നിട്ടുള്ള കുറേ അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിലുള്ള കാര്യങ്ങളോ ഉണ്ട്. അതിനാദ്യമായി ബ്രേക്ക് ചെയ്ത് കണ്ടത് ചേട്ടനായിരുന്നു. അപ്പോൾ അതെന്തായാലും ചേട്ടൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ശീലങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ വഴിതെറ്റി ബാക്കിയുള്ള അടുത്ത തലമുറയിൽ നിന്നും മാറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊരു ഇനിഷ്യേറ്റീവ് എടുത്ത ആദ്യത്തെ ഒരു ജോത്സ്യനോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടായിട്ട് നിന്ന ചേട്ടനാണ്. ഇത് ഇങ്ങനെ പറയുന്ന ഒരു ആദ്യത്തെ ജോത്സ്യം ഞാനല്ല, പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരാൾ എന്നുള്ളതല്ലേ. കാരണം ഇതിലൊരു സംഘടിതമായ ആക്രമണമൊക്കെ വരും. കുറെ കാലമായി വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം അതല്ല എന്ന് പറയും. ഈ കാലാട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ലോജിക്കലി ഇപ്പൊ താഴെ കോളാമ്പി ഇരിക്കുന്നതുകൊണ്ടാണെന്ന് പറയാം. എന്നാൽ ഈ ആയില്യം നക്ഷത്രത്തിന് അയൽദോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ മുള വയ്ക്കുക, മലവാഴ വയ്ക്കുക, ആയില്യം കൊല്ലി എന്ന വൃക്ഷം വയ്ക്കുക, ഈ കുഞ്ഞാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് ധരിക്കുക. അടുത്ത ദിവസം മുതൽ ജീവിതത്തിൽ എന്തുണ്ടായാലും ആ കുഞ്ഞാണ് പ്രശ്നം എന്ന് പറയുക. അങ്ങനെ ഒരു വിശ്വാസം ആളുകൾക്കിടയിലുണ്ട്. അതിൽ ജാതിയും മതമൊന്നുമില്ല. എല്ലാ ആളുകളും വിശ്വസിക്കുന്നു ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ അയൽദോഷികളാണെന്ന്. പലരും ആയില്യം നക്ഷത്രമാണെന്ന് പരസ്യമായിട്ട് പറയാൻ പോലും മടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയാം. പക്ഷെ അത് ജ്യോതിഷമല്ല. ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും ആയില്യം നക്ഷത്രത്തിന് അയൽദോഷം എന്നൊരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഈ റിയാലിറ്റിയാണ് ഞാൻ തുറന്നു പറയുന്നത്. പിന്നെ ഈ ചെറുപ്പക്കാർ പിള്ളേരുടെ കാര്യത്തില് ഇപ്പൊ പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കുക, ഞാൻ അതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരാളാണ്. കാരണം നമുക്കൊരു പെൺകുട്ടിയോടോ ഒരു പയ്യനോടോ ഒരു ഇഷ്ടം തോന്നിയാൽ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ തരൂ, പ്രണയിക്കാന്ന് പറഞ്ഞ് പ്രണയിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ പൊരുത്തത്തിൽ വിശ്വസിച്ച് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പിന്നെ പ്രണയിക്കാൻ പോകരുത്. കാരണം നിങ്ങൾ സമാധാനമായിട്ട് അവരുടെ ജാതകമൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ തേക്കാൻ വേണ്ടി പൊരുത്തം നോക്കാറുണ്ട്. കാരണം സീരിയസ്ലി പറയാണ്, എന്റെ പണ്ട് ഏറ്റവും വൈറലായ ഏറ്റവും വൈറലായ ഒരു പണ്ടത്തെ ഒരു എപ്പിസോഡ് ഉണ്ട്. അതില് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ ഒഴിവാക്കണം. അപ്പൊ അവൻ അയക്കുന്ന കത്തിൽ, ചേട്ടാ ഇത് ചേരത്തില്ലെന്നൊന്ന് പറയണേ എന്നും പറഞ്ഞിട്ട് കത്തയക്കുന്നത്. കാരണം അവൻ ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിലെത്തി, ഈ കുട്ടി ഒരു മാല പണയം വെക്കാൻ കൊടുത്താണ്, അത് വെച്ച് ഇവൻ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു. അപ്പൊ ഇവനെ ഒഴിവാക്കണമെങ്കിൽ ഏക പറ്റുന്നൊരു മാർഗം ഒരു വിശ്വാസിയോടാണെങ്കിൽ ഇത് നടന്നാൽ മരിച്ചു പോവും എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്തു. ജ്യോതിഷം വിശ്വസിക്കുന്നവരാണ് പിന്നെ പ്രണയിക്കാൻ പോകണ്ട, പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കരുത്. ഞാൻ മാതൃക കാട്ടിയത്, ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ച ആളാണ്. എൻ്റെ വൈഫ് ഭരണിയും ഞാൻ ഉത്രട്ടാതി നക്ഷത്രമാണ്. അപ്പം നമുക്ക് പ്രണയിക്കുമ്പോൾ നിന്റെ നാളെന്താ എന്നൊന്നും നോക്കാൻ പറ്റില്ല. പ്രണയിച്ചു, കല്യാണത്തിലേക്ക് അടുത്തപ്പോൾ എൻ്റെ അച്ഛൻ വലിയൊരു അറിയപ്പെടുന്ന ജ്യോതിഷനാണ്. ഞങ്ങൾ ട്രഡീഷണൽ ആസ്ട്രോളജി കുടുംബമാണ്. അച്ഛനും അപ്പൂപ്പനും എല്ലാം ജ്യോതിഷന്മാരാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ എടാ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് കല്യാണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് എൻ്റെ
കല്യാണം നടത്താൻ വേണ്ടി ഞാൻ താളിയോലകളൊക്കെ തപ്പി ഒരു പദ്യം കണ്ടുപിടിച്ചു. ഗണ്ടാന്താൽ സമനാടികം മെരിഭവേ വേദസ്തു ദുർമൃത്യുതോ തത്തത് മധ്യമരഞ്ജു വച്ച മൃതിദാ താരാദ്വയം പുംശ്രിയോ ഗണ്ണാന്തന്തു യദന്തരാളമുഭയോ മൂലേന്ദ്രയോ രശ്വനി രേവത്യോ പിതൃസാർപ്പയോ ച ഭവിത സന്ധിത്രയോ ജാതകേ എന്നൊരു പദ്യം. ഒന്നും മനസ്സിലായില്ലല്ലോ. നല്ല കാര്യം മനസ്സിലായി. എങ്ങനെയാണോ ഒരു പ്രശ്നമുണ്ടത് അത് പരിഹരിക്കാൻ തക്കുന്ന കാര്യങ്ങളും ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ റിയാലിറ്റി വിളിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പണ്ടും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ മടി കാണിക്കും. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറയുമ്പോൾ നിനക്കിതൊന്നും അറിയത്തില്ല, നീ പറയുന്ന പോലല്ല എന്ന് പറയും. പിന്നെ ഞാനിതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഞാൻ ടിനിച്ചേട്ടൻ്റെ കൂടെ കൂട്ടാണ്. പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കാം നമ്മൾ പറയാനുള്ളത്. അല്ല ഒരു ഒറ്റ സംശയം ചോദിച്ചോട്ടെ. സംശയമല്ല, ഞാൻ കേട്ടതാണ്. യമരാജന്റെ പറ്റിയ ഒരു വീട്ടിൽ വെച്ച് ദണ്ട് വെച്ച് മറന്നുപോയ ഒരു കഥയുണ്ടല്ലോ. ഒരു അമ്മയാണ്, അവരോട് ഞാനിപ്പോഴും കോൺടാക്ട് ഉണ്ട്. ഖത്തറിലാണ് ആ അമ്മ, പ്രസന്ന എന്നാണ് ആ അമ്മയുടെ പേര്. അവര് ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഒരു പബ്ലിക്കലി പറയാൻ റെഡിയാണെന്ന്, പക്ഷെ അവർ പറയാനും റെഡിയാണ്. ഇവര് ഖത്തറിൽ ഫാമിലിയായിട്ട് താമസിക്കുകയാണ്. അമ്മയും ഭർത്താവ് 4 മക്കള്, നല്ല പാടുന്ന പിള്ളേരൊക്കെയാണ്. അവിടെ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് അവർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഖത്തറിൽ. അപ്പോൾ ഇവർ ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി. ഇവരങ്ങനെ ചെന്നിട്ട് ഒരു ആസ്ട്രോളജറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, യമൻ ഈ ആത്മാവ് കൊണ്ടുപോകാൻ വന്നപ്പോൾ യമന്റെ ദണ്ട് അവിടെ മറന്നു വെച്ചു, ഇനി ദണ്ട് എടുക്കാൻ വരുമ്പം ഒരാളെയും കൂടെ കൊണ്ടുപോകുന്നു. ഈ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ലോജിക്കില്ലായ്മയാണെന്ന്. പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വൈകാരികമായ അടുപ്പം മക്കളോടാണ്. മക്കൾക്ക് എന്തെങ്കിലും പറ്റും എന്നൊരമ്മയോട് പറഞ്ഞാൽ, ഒരുപക്ഷെ അച്ഛൻ ചിലപ്പോൾ കുറച്ചുകൂടെ ചിന്തിക്കുമായിരിക്കും, പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ച് മക്കൾക്ക് എന്തെങ്കിലും പറ്റും എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഒരു ഇൻ്റലക്ച്വൽ ചിന്ത അവർക്ക് വരത്തില്ല. അവർ പക്ക ഇമോഷണലായിരിക്കും. അവരപ്പോൾ എൻ്റെ മകനൊന്നും സംഭവിക്കരുത് അല്ലെങ്കിൽ എൻ്റെ മകൾക്കൊന്നും സംഭവിക്കരുത് എന്ന് ചിന്തിക്കും. ഇതെല്ലാവരും പറയുന്നതല്ല. ഇതിനെ കച്ചവടവൽക്കരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ പറയുമ്പോൾ ഞാനതിനെ എതിർത്ത് പറയും. ചേട്ടാ, ഇതുപോലെ എത്രയോ രസകരമായ അനുഭവങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. ഞാനിപ്പം ഇവർ വന്ന് സ്കിറ്റ് കളിക്കുമ്പോഴും ഇത്തരത്തിലുള്ള രസകരമായതും വേദന ഉണ്ടാക്കുന്നതുമായ ഒരുപാട് അനുഭവങ്ങൾ ദിവസം കേൾക്കുന്നതാണ്. ഒരു സംഭവം കൂടെ പറയാം, മതി കോമഡി പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. ഒരു ഭാര്യയും ഭർത്താവും വരുന്നു. ഭർത്താവ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഒരു പട്ടാളക്കാരനാണ്, റിട്ടയർഡ് ആണ്. അയാൾ വളരെ ഗൗരവമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാൾ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരും, ഇങ്ങനെ നോക്കി കാര്യങ്ങളൊക്കെ പറയാനും നോക്കിക്കാനും ഒക്കെ ആയിട്ട് വരും. മക്കളൊക്കെ പുറത്തു പോയി, ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിൽ. അങ്ങനെ വന്നപ്പോൾ ഈ ഭർത്താവിന് പെട്ടെന്ന് ഫോൺ വന്ന് പുറത്തോട്ട് പോയപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ഹരി, ചേട്ടൻ എന്നോടൊരു സ്നേഹമൊന്നും കാണിക്കുന്നില്ല, ഭയങ്കര രൂക്ഷമായിട്ടാണ് പെരുമാറുന്നത്, പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെട്ടിട്ടൊക്കെ സംസാരിക്കുന്നു, ഹരി ഒന്ന് പറയണം, ഹരി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു. ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം ഞാനോ അല്ലെങ്കിൽ വേറൊരു ആസ്ട്രോളജറോ എന്ത് പറഞ്ഞാലും ആളുകൾ കേൾക്കും. കാരണം അതൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. പിന്നെ ഞാൻ കുറച്ചുകൂടി അവരുടെ ഇൻറ്റിമസിയോടെ സംസാരിക്കും. ചേട്ടൻ വന്നപ്പോൾ ഞാൻ നോക്കിയതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ചേട്ടൻ ഇപ്പം ചേച്ചിയോട് അത്ര സ്നേഹമൊന്നും കാണിക്കുന്നില്ലല്ലോ, അത് കുറച്ചുകൂടെ സ്നേഹം കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി, ഞാൻ കാണിക്കുന്നുണ്ട് ഇല്ലോടി എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർ പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനല്ല, എനിക്ക് ജ്യോതിഷത്തിലൂടെ മനസ്സിലാവുന്നത് ചേട്ടൻ അങ്ങനെ സ്നേഹമില്ല, കുറച്ചുകൂടെ സ്നേഹിക്കണം, ചേച്ചിയെ കുറച്ചുകൂടെ കരുതണം, ചേച്ചിയും ചേട്ടനും മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു പോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും വന്നു മറ്റെന്തോ ഒരു ആവശ്യത്തിന്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പം ചേച്ചി, സ്നേഹമൊക്കെ ഉണ്ടോ ചോദിച്ചപ്പം ചേച്ചി ഒരു ചമ്മിയെ ചിരിച്ചു. അപ്പം ചേട്ടൻ ഇല്ലേടി. അപ്പോൾ അവർ പറഞ്ഞാൽ ഉണ്ടതോ, അവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ, ഇദ്ദേഹത്തെ പേടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല, ചേട്ടൻ കുറച്ചുകൂടെ ഒന്ന് ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിട്ടു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ചേട്ടൻ ഒറ്റയ്ക്ക് എന്നെ കാണാൻ വന്നു. അത് ആകെ വെപ്രാളപ്പെട്ട് വല്ലാതെ മാനസികമായ ഒരു തകർച്ചയിലാണെന്ന് മനസ്സിലായി. എന്താ കാര്യം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഹരി, അവൾക്ക് സ്ട്രോക്കായി, ഭാര്യ സ്ട്രോക്ക് വന്നു, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഹരി, അവളില്ലാത്ത ഇപ്പോഴാണ് ഞാൻ അവളില്ലാത്തതിൻ്റെ ഒരു ശൂന്യത മനസ്സിലാകുന്നത്. എനിക്ക് എൻ്റെ ഡ്രസ്സ് എവിടെയാണ് തേച്ച് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല, കാപ്പിപ്പൊടി എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല, എവിടെയാണ് വസ്ത്രം കഴുകുന്നത് എന്ന് എനിക്കറിയില്ല, എൻ്റെ ചെരുപ്പ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ വലിയ ശൂന്യതയാണ്. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവൾ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നുവെന്ന്. എനിക്ക് ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നുവെങ്കിലും ഞാൻ അവളോട് കാണിക്കുമായിരുന്നില്ല. അതെൻ്റെ ഒരു പ്രൊഫഷൻ. ചിലപ്പോൾ ഞാൻ പട്ടാളക്കാരനായതുകൊണ്ടാകാം, ചിലപ്പോൾ ഞാൻ ആ ഒരു കാഠിന്യം ഇപ്പോഴും സൂക്ഷിക്കുന്നത് കൊണ്ടാവാം. എനിക്ക് അവളെ തിരിച്ചു തരണം ഹരി വിചാരിച്ചാൽ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിച്ചുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഫോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഫോൺ എടുക്കാൻ പറഞ്ഞു. ഫോൺ എടുത്തപ്പം അവർ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ളവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ എൻ്റെ വണ്ടിയിൽ കൊണ്ട് വീട്ടിൽ വിട്ടു. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ സ്നേഹമുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കുക. പുറത്ത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സ്നേഹം കാപട്യമാണ്. അപ്പോൾ ഇത്തരമുള്ള ഒരുപാട് അനുഭവങ്ങൾ, തമാശകളുണ്ട്, സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ഇമോഷണൽ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ആസ്ട്രോളജർ കേൾക്കേണ്ടി വരും. ഇതിനെ നമുക്ക് 2 രീതി കൈകാര്യം ചെയ്യാം. ഒന്നുകിൽ ഭയങ്കര പൈസയൊക്കെ മേടിച്ചിട്ട് പറ്റിച്ചിട്ട് ചെയ്യാം. നേരായ മാർഗത്തിൽ കൂടെ അവർക്ക് എന്താണോ അവരുടെ ജീവിതത്തിന് സന്തോഷം കിട്ടാൻ ഉതകുന്നത് അത് കൊടുക്കുക. അത് തിരഞ്ഞെടുത്ത ഒരാളാണ് ഞാൻ. അതാണ് ഒരു സ്പെഷ്യാലിറ്റി ഇപ്പോൾ പറയാനുള്ളത്.